ഹലോ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിവിടെ UK ഒരു സ്റ്റുഡൻറ്റ് ആണ്. അതുപോലെ ഇവിടെ UK എക്സാം ഒന്നും ഇല്ല, അല്ലാതെ കോഴ്സ് വർക്ക് വെച്ചിട്ടാണ് പാസ്സാവുന്നതെന്ന്. അപ്പോൾ കുറേ ദിവസമായിട്ട് ഞാൻ കോഴ്സ് വർക്കിൽ തന്നെ മുഴുകിയിരിക്കുകയായിരുന്നു. കാരണം ഇന്നൊരു സബ്മിഷൻ ഡേറ്റ് ഉണ്ടായിരുന്നു, അത് സബ്മിറ്റ് ചെയ്തു. ഇനിയും വരുന്നുണ്ട്, ഒരു ഡേറ്റ് കൂടെ വരുന്നുണ്ട്, ഒരു സംഭവം കൂടെ വരുന്നുണ്ട്. അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് അതിൻ്റെയൊക്കെ മുന്നിലിരുന്ന് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഇന്നൊന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു. വേറെ എങ്ങോട്ടല്ല പോകുന്നത്, ഒന്ന് മൂവിക്കൊക്കെ പോയി ഒന്ന് ഫുഡൊക്കെ അടിച്ച് ഒന്ന് കറങ്ങി വരാമെന്ന് വിചാരിച്ചു. സോ ഇന്നൊരു വ്ളോഗാണ്. സോ ലെറ്റ്സ് ഗോ. ഞാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇറങ്ങാം. ശരിക്കും ഡോറ് തുറന്നിറങ്ങിയപ്പോഴാണ് മനസ്സിലാവുന്നത് ഇവിടെ വെട്ടമുണ്ട് എന്ന്. ഇന്ന് സൂര്യൻ വന്നിട്ടുണ്ട്. അത് നമുക്കിന്ന് ബസ്സിൽ പോകണ്ട, നമുക്കിന്ന് നടന്നു പോവാം. എന്തായാലും നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല വെട്ടം ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം വെട്ടം പോയി വരുന്നു. എന്നാലും നമുക്ക് നടക്കാം. ഇതാ ഒരു ബ്രിഡ്ജിൻ്റെ മേലിൽ കൂടെ ട്രെയിൻ പോകുമെന്നറിയാം, പക്ഷേ ഫസ്റ്റ് ടൈമാണ് ഞാൻ കാണുന്നത്. ഇതിൽ നടന്ന് പലപ്പോഴും വന്നിട്ടുണ്ടെങ്കിൽ പോലും ഒരു തവണ പോലും കണ്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഞാനും കാണുന്നത്, അതുകൊണ്ടാണ് അതെടുത്തൊരു വീഡിയോ ആക്കിയത്. ഓക്കെ, ഇപ്പോൾ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ വെട്ടം പോകുന്നു, വെട്ടം വരുന്നു, വെട്ടം പോകുന്നു. ഇവിടെ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, വലിയ പ്രത്യേകതയുള്ള കാര്യമൊന്നും അല്ല. അങ്ങനെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ബട്ടണൊക്കെ ഞെക്കി നിൽക്കുകയാണ് കേട്ടോ. താഴത്തെ അതിൽ പച്ച കത്തുമ്പോഴത്തേനുമാണ് നമുക്ക് ക്രോസ് ചെയ്യേണ്ടത്. ആ കത്തി. ശരിക്കും ഞാൻ എപ്പോഴും സിറ്റി സെൻറ്ററിലോട്ട് പോകുന്നത് മെയിൻ റോഡ് വഴി തന്നെയാണ് കേട്ടോ. പക്ഷേ ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു ഇടവഴി ഉണ്ട്, അതുവഴി പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ടണലിൻ്റെ അകത്തൂടെ കയറിയിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മളിങ്ങനെ ടണലിൻ്റെ പുറത്തിറങ്ങി നേരെ സിറ്റി സെൻറ്ററിലോട്ടാണ് കേട്ടോ നടക്കുന്നത്. ഈ ഒരു സൈഡ് ഫുള്ള് ബാറുകളാണ് കേട്ടോ. ഇവിടെ ശരിക്കും ചായക്കടകൾ പോലെയാണ് ബാറുകൾ. അത് ഈ കാണുന്നതൊക്കെ ബാറുകളാണ്. ഈ സൈഡിൽ തന്നെ കുറേ ഉണ്ട്, അപ്പുറത്തെ സൈഡിലും ഒരുപാടുണ്ട്. സ്പ്രിങ് ആയിക്കൊണ്ടിരിക്കുമല്ലേ, അപ്പം സ്പ്രിങ് ആണ്. ഇതേ നമ്മുടെ ചെടികളൊക്കെ പൂത്ത് തളിർത്തൊക്കെ നിൽപ്പുണ്ട്. അപ്പം ഞാൻ ഈ ഒരു ഏരിയ കുറേ എൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തൂടാണ് നമ്മൾ സിറ്റി സെൻറ്ററിൻ്റെ ഉള്ളിലോട്ട് കയറുന്നത്. അപ്പോൾ അവിടെ എന്നെയും വെയിറ്റ് ചെയ്ത ഒരാളിരിപ്പുണ്ട്. നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നു കേട്ടോ. അതായത് അവിടെ ഒരാൾ നിന്ന് പാട്ട് പാടുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ കുറച്ച് നേരം ആ പാട്ടൊക്കെ കേട്ട് അവിടെ ഇരുന്നു. ഇവനെ കാണുന്നത്, ഇവനെ കണ്ടപ്പോൾ ഒരു ഗുമ്മുണ്ടായിരുന്നെങ്കിലും ആള് ഭയങ്കര പൊട്ടനാന്ന് തോന്നുന്നു, പാവാന്ന് തോന്നുന്നു. കാണുന്നവരോടൊക്കെ ഇങ്ങനെ ഹായ് പറഞ്ഞ് തിരിഞ്ഞടിച്ച് ഹായ് ഒക്കെ പറഞ്ഞിട്ടാണ് അവൻ പോയത്. അപ്പോൾ നമ്മൾ നേരെ ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിലോട്ട് കയറി. കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് മേടിച്ചതിന് ശേഷം പോയി എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്താ എടുക്കാൻ പോകുന്നത്? അതെന്ത് സംഭവം എന്ന് വെച്ചാലേ അത് നമ്മൾ മിക്സ് ചെയ്ത് ചേർക്കുന്നതാണ്. അങ്ങനെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ ബില്ല് ചെയ്യാൻ പോകണം കേട്ടോ. ഇവിടുത്തെ എല്ലാ ഷോപ്പുകളിലും ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സെൽഫ് സർവീസ് ഉണ്ട്. അതായത് കൗണ്ടറുകൾ ഉള്ള ഷോപ്പുകൾ കുറവാണ്, പക്ഷേ അറ്റ്ലീസ്റ്റ് ഒരു കൗണ്ടറെങ്കിലും ചിലടത്ത് വെക്കാറുണ്ട്. പക്ഷേ അതുപോലെ ഇല്ലാത്ത ഷോപ്പുകളുണ്ട്. മിക്കതും ഇതുപോലെ നമ്മൾ സ്വന്തമായിട്ട് സ്കാൻ ചെയ്ത് നമുക്ക് സ്വന്തമായിട്ട് ബില്ല് ചെയ്യാം. ഇത് നല്ലതാണല്ലേ ശരിക്കും പറഞ്ഞാൽ. എനിക്കിവിടെ ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ബില്ലൊക്കെ ചെയ്തിട്ട് ഇനി നേരെ ഇറങ്ങിയിട്ട് പോകുന്നത് ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളങ്ങനെ ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഇതിൻ്റെ ഫൗണ്ട്ലാൻഡ് എന്ന് പറയുന്ന ഷോപ്പിലായിരുന്നു നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ തിരിച്ചു പോയപ്പോൾ വീണ്ടും പുള്ളി ഇന്ന് പാട്ട് പാടുന്നുണ്ടായിരുന്നു. പുള്ളി അവിടെ നിന്ന് പോയിട്ടില്ല. അത് നമ്മൾ ഇതുവഴി നേരെ പോകുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. വളരെ ലൈറ്റായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. കാര്യം വീട്ടിൽ നിന്ന് എന്തായാലും ഫുഡ് അടിച്ചിട്ടാണ് ഇറങ്ങിയത്. അതുകൊണ്ട് വളരെ ലൈറ്റായിട്ട് എങ്ങനെ കഴിക്കാം, എന്ത് കഴിക്കാം എന്നുള്ള ആലോചനയിലാണ് ഞങ്ങൾ. ഇവിടെ നമ്മൾ സിറ്റി സെൻറ്ററിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ടാണ് അവിടെ വാട്ടർ ഫൗണ്ടൻ ഉണ്ട് കേട്ടോ. അവിടെ ആൾക്കാരൊക്കെ വന്നിട്ട്, ആൾക്കാരല്ല പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളൊക്കെ വന്നിട്ട് ഈ ഒരു സമ്മർ ടൈം ആകുമ്പോൾ വന്ന് കളിക്കാറുണ്ട്. ആ ഒരു വെള്ളത്തിലൊക്കെ കളിക്കാറുണ്ട്. അപ്പുറത്തെ സൈഡിൽ, നമുക്ക് ഈ സൈഡിൽ കാണില്ല, അപ്പുറത്തെ സൈഡിൽ കുറേ കുട്ടികൾ ഇന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. അതേ കണ്ടില്ലേ, നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അത്രയും ചേർന്ന് നടക്കാൻ നിൽക്കണ്ട.
നമ്മളങ്ങനെ റെസ്റ്റോറൻറ്റിലെത്തി, ഫുഡ് ഓർഡർ ചെയ്തു, ഫുഡ് അടിച്ചു. ഇനി നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ മൂവിക്ക് പോവുക. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ചിട്ട് നമ്മളൊരു മൂവിക്ക് പോവാണ്. നമ്മൾ ഫുഡ് അടിച്ചിട്ട് ഒന്നും കുടിക്കാൻ വേണ്ടി മേടിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ എന്ത് മേടിക്കും എന്നും പറഞ്ഞ് നടക്കുമ്പോൾ അവിടെ ബബിൾ ടീ വിൽക്കുന്നത് കണ്ടു. അതായത് ബബിൾ ടീ വിൽക്കുന്നത് ഒരു 2 പേരാണ്, കണ്ടിട്ട് സ്റ്റുഡൻസ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇവിടുത്തേരല്ല, ചൈനയിൽ നിന്നുള്ളവരാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും വിചാരിച്ചു അവരെ ഇന്ന് 2 ബബിൾ ടീ മേടിക്കാമെന്ന്. അങ്ങനെ നമ്മൾ അവരുടെ അടുത്തോട്ട് ചെന്നപ്പോഴാണ് അറിയുന്നത് അത് ഫ്രീ ആണെന്ന്. അതുകൂടി ഇങ്ങോട്ട് വെച്ചേ. ഓക്കെ, ഇതേ വെട്ടമില്ലാത്ത സ്ഥലമാണ്, അതുകൊണ്ട് ഫേസ് ഭയങ്കര ഇരുട്ടാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഒരു ആപ്പ് ഉണ്ടായിരുന്നു, അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ സാധനമാണ് കേട്ടോ ഇത്. സംഭവം കൊള്ളാമായിരുന്നു കേട്ടോ, ടേസ്റ്റ് ഉണ്ട്, പറ്റിപ്പല്ലായിരുന്നു, കുഴപ്പമില്ല. മൂവി കാണാൻ വേണ്ടിയിട്ട് ഏകദേശം എത്തി. 5:50 മൂവി. ഇപ്പോൾ ഏകദേശം സമയമായി വരുന്നു. നമ്മളങ്ങനെ സ്കാനൊക്കെ ചെയ്ത് ഉള്ളിൽ കയറി കേട്ടോ. അതായത് ഇവിടെ ശരിക്കും ഇപ്പോൾ ഒരു 5:30 മൂവിയെങ്കിൽ ആ മൂവി തുടങ്ങുന്ന ഒരു 5:50 എങ്കിലും ആവും. ഒരു 20 മിനിറ്റ്സോളം ട്രെയിലറും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ എന്താ പറയണേ, ലേറ്റായിട്ട് വന്നു കഴിഞ്ഞാലും കുഴപ്പമില്ല. അങ്ങനെ മൂവി തുടങ്ങാൻ പോവാണ് കേട്ടോ. നമ്മൾ ഇംഗ്ലീഷ് മൂവിയാണല്ലോ കണ്ടത്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻ്റർവെൽ ഇല്ലായിരുന്നു. നാട്ടിൽ എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷ് മൂവിക്ക് ഇൻ്റർവെൽ ഉണ്ടെന്ന്. ദുബായിൽ എന്തായാലും ഇൻ്റർവെൽ ഇല്ലായിരുന്നു കേട്ടോ ഇംഗ്ലീഷ് മൂവി എനിക്ക് തോന്നുന്നു. പക്ഷേ മലയാളം മൂവിക്ക് ഇവിടെ ഇൻ്റർവെൽ ഉണ്ട് കേട്ടോ. ഞാൻ കണ്ട മൂവിയുടെ ഒരു സംഭവം ഞാൻ കണ്ട പോയി ഫോട്ടോ എടുക്കാമെന്ന് വെച്ച് ഞാൻ അങ്ങോട്ട് പോയതാണ്. വീഡിയോ എടുത്തേക്കുന്നു. ഞങ്ങളങ്ങനെ മൂവിയൊക്കെ കണ്ടു ഇറങ്ങിയിട്ട് നേരെ വീണ്ടും സിറ്റി സെൻറ്ററിൻ്റെ ആ ഒരു ഭാഗത്തോട്ട് പോവാണ്. കാര്യം നമുക്ക് കുറച്ച് സാധനം കൂടെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ഇനി ഇപ്പോൾ ഇവിടെ സമയം ഒരു 7:45 അല്ലേ, 8 o'clock ആയിരുന്നു. 8 o'clock അല്ലല്ലോ, എത്ര മണിയായിരിക്കും? ഇപ്പോൾ ഇവിടെ 8:10 ആയിട്ടുണ്ട്. മുന്നേയൊക്കെ ആണെങ്കിൽ നേരത്തെ നേരം ഇരുട്ടുമായിരുന്നു, ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ ഇരുട്ടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, ഇനിയിപ്പോൾ ലേറ്റായി വരും. ഞാൻ വന്ന ടൈമിലൊക്കെ മെയിലൊക്കെ ഞാൻ വന്ന ടൈമിൽ നേരെ ഇരുട്ടുന്നതെന്ന് പറയുന്നത് ഒരു 10 മണി 9:30 കഴിയുമ്പോഴായിരിക്കും ഇരുട്ടുന്നത്. ഇപ്പം അതുപോലെ ആയിട്ടുണ്ട് ഏകദേശം. ഈ ബാർ നോക്കിയാൽ ഇതിലൂടെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഇവിടെ കാണുന്നിടത്തെല്ലാം ബാറുകൾ തന്നെ, ചായക്കട പോലെ നമ്മുടെ നാട്ടിൽ. അതെ, ഇവിടുത്തെ ചായക്കടയാണ് ഇവിടുത്തെ ബാർ എന്ന് പറയുന്നത്. നമ്മൾ വീണ്ടും ആ ഒരു എൻട്രൻസിന്റെ അകത്തോടെ കയറിയിട്ടാണ് കേട്ടോ പോകുന്നത്. ശരിക്കും ഭയങ്കര ശാന്തമായിട്ടുണ്ടായിരുന്നു, ആരും തന്നെ ഇല്ലായിരുന്നു ആ ഭാഗത്തെ. എനിക്ക് ആ സ്കേർട്ട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ വളരെ ശാന്തമായിട്ട് കാണുന്നത് വളരെ റെയറാണ്. നേരത്തെ കുറേ ആൾക്കാർ നിന്ന സ്ഥലമാണിത്. ഇപ്പോൾ ഇവിടെ ആരും തന്നെ ഇല്ല, എല്ലാവരും വീട്ടിൽ പോയിട്ടുണ്ട്. പിന്നെ വെയിലായതുകൊണ്ട് ഒരുപാട് ആൾക്കാരൊന്നും പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു പകല്. ശരിക്കും സിറ്റി സെൻറ്റർ നൈറ്റ് കാണാൻ അടിപൊളിയാണ്. ഞാൻ ആ ഒരു സെൻറ്ററില്ലേ, അത് ചർച്ചിൻ്റെ ഒരു ഇതാണ് കേട്ടോ ആ കാണുന്നത്, ആർച്ചാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ നിന്നിട്ട് ഞാൻ പിക്ക് എടുത്തിട്ടുണ്ട്. അത് നല്ലൊരു പിക്ക് നമുക്ക് കിട്ടും. നേരത്തെ നമ്മൾ കണ്ട വാട്ടർ ഫൗണ്ടനൊക്കെ ഇവിടെ തന്നെ ഉണ്ട്, പക്ഷേ ആൾക്കാരില്ലെന്നേ ഉള്ളൂ. അപ്പം നമുക്ക് പോകേണ്ടത് സേവോസ് എന്ന് പറയുന്ന ഷോപ്പിലോട്ടാണ്. ഞാൻ എൻ്റെ പല വീഡിയോസിലും വിചാരിക്കും ഈ ഒരു പ്രതിമ കാണിക്കണം എന്ന്. അതൊരു ലേഡിയാണ് കേട്ടോ. അതായത് എന്താണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയില്ല, കുളിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും, എനിക്കറിയില്ല. അപ്പം നമുക്ക് നേരെ സേവേഴ്സിലോട്ട് പോവാം. പാടി സേവേഴ്സ് അടച്ചിരിക്കുവാണ് കേട്ടോ, എന്നാലും കുഴപ്പമില്ല. ഇവറ്റകളെ 2 പേരെ കാണാൻ ഭാഗ്യം കിട്ടി. അവർ ഭയങ്കര എന്താ പറയുക, ആക്റ്റീവായിട്ടുള്ള 2 പേരായിരുന്നു. സേവേഴ്സ് കണ്ടില്ലേ, ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് വേറെ വഴിയില്ല, നമ്മൾ നേരെ വീട്ടിലോട്ട് പോകാൻ കേട്ടോ. എന്തായാലും വന്ന കാര്യം നടന്നില്ല, ഷോപ്പ് ചെയ്യാൻ പറ്റില്ല, ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് നടന്നു. എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം, വേറെ പരിപാടികളൊന്നും ഇല്ല. ഇവിടെ ഫുൾ ഓണാണ് കേട്ടോ, ആൾക്കാരൊക്കെ ആയിട്ട് പബ്ബുകളും കാര്യങ്ങളും ഒക്കെ. ഇന്ന് ഫ്രൈഡേ ആണ്, അതെ, അതുകൊണ്ടായിരിക്കാം അത്യാവശ്യം തിരക്കുണ്ട്. പുറത്ത് ആൾക്കാരില്ലെന്നേ ഉള്ളൂ, പബ്ബുകളുടെ ഉള്ളിലും ഒക്കെ ശരിക്കും ആൾക്കാരുണ്ട്. നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ.
ശരിക്കും ഈ വ്ലോഗ് എടുക്കണം എന്ന് വിചാരിച്ച് തന്നെ ഒരു കാർണിവലിന് പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു, അതും കൂടെ വെച്ചിട്ടാണ്. പക്ഷേ ആകെ ടയർഡായ പോലെ ഉണ്ട്. എനിക്ക് എങ്ങനെയും വീട്ടിലൊന്ന് എത്തിയാൽ മതി, അതുകൊണ്ട് നേരെ വീട്ടിലോട്ട് പോയതാണ് കേട്ടോ. നമ്മൾ അങ്ങനെ വീട്ടിലെത്തി. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.